കോൺഗ്രസ് പരിപാടിയിൽ ഔദ്യോഗിക യൂണിഫോമിൽ പങ്കെടുത്ത ഡിവൈഎസ്പി കോന്നി ഡിവൈഎസ്പി അബ്ദുൾ റഹ്മാനാണ് കുലശേഖരപതി വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച ഓണക്കിറ്റ് വിതരണത്തിൽ യൂണിഫോമിൽ പങ്കെടുത്തത്. ഈ വാർഡുമായിട്ടുള്ള എന്റെ വൈകാരികമായ ബന്ധം അറിയാവുന്നവരാണ് നിങ്ങൾ. 1995 മുതൽ 2000 വരെ എന്റെ അത്ത ഇവിടുത്തെ കൌൺസിലറായിരുന്നു കോൺഗ്രസിന്റെ. പിന്നെ ഞാൻ എന്റെ ഓർമ്മ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ട് ഏകദേശം ഒരു 10-13 വർഷക്കാലം ഇവിടെയാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഈ നാടുമായിട്ടൊരു വൈകാരിക ബന്ധം കൂടെയുണ്ട്. കബീർ പറഞ്ഞതിലൊരു കള്ളമുണ്ട്. കബീറാണ് ആദ്യം എസ്ഐയാകാൻ നിന്നത്. പക്ഷെ അവന് ഈ അക്ഷരം നേരെ പോയി വായിക്കാൻ അറിയാത്തതുകൊണ്ട് റിഹേഴ്സൽ സമയത്ത് സംഭവം പാളി. അപ്പൊ ഞാൻ പറഞ്ഞു നീ എടുത്തോ, എന്നെ കൊണ്ട് പണി പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്തായാലും ആ പണി എനിക്ക് ഫിറ്റാണെന്നുള്ള ബോധ്യമായിരുന്നു. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ടോ? സുജു, തീർത്തും അച്ചടക്ക ലംഘനം. കോൺഗ്രസ് പരിപാടിയിലാണ് ഔദ്യോഗിക യൂണിഫോമിൽ ഈ ഡിവൈഎസ്പി പങ്കെടുത്തിരിക്കുന്നത്. അതിന്റെ വീഡിയോ സഹിതം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിലാണ് കോന്നി ഡിവൈഎസ്പി അബ്ദുൾ റഹ്മാൻ ഈ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച ഓണക്കിറ്റ് വിതരണത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. കുലശേഖരപതി വാർഡ് കമ്മിറ്റിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ഡിവൈഎസ്പി സംസാരിക്കുന്ന പിന്നിലുള്ള ഫ്ലെക്സിൽ തന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ കിറ്റ് വിതരണമാണ്. അതിൽ മറ്റൊരു കാര്യം, ഈ ഡിവൈഎസ്പി പങ്കെടുത്തോ ഓണാശംസകൾ നേടുക മാത്രമല്ല, തനിക്ക് കോൺഗ്രസുമായുള്ള ബന്ധം കൂടി ഇത് സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. ആ വാക്കുകളിൽ പറഞ്ഞുണ്ട് തന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ഈ കോൺഗ്രസിന്റെ ഈ കൗൺസിലർ ആയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കേവലം അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലറാണെന്ന് മാത്രമല്ല സൂചിപ്പിക്കുന്നത്, പകരം അതിലുപരിയായി ഈ ഡിവൈഎസ്പി പറയുന്നത് കോൺഗ്രസ് കൗൺസിലറാണ്, രാഷ്ട്രീയ ബന്ധം കൂടി കൃത്യമായി അതിൽ പറയുന്നുണ്ടെന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, പങ്കെടുക്കുമ്പോൾ തനിക്ക് കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും സാധാരണ പൊതുവിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ പരിപാടികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കാറില്ല. ഇത് യൂണിഫോമത്തിലാണ് പങ്കെടുത്തത്. ഇനി അറിയേണ്ടത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഏതെങ്കിലും തരത്തിലൊക്കെ നടപടി ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയോ എടുക്കോ ഇല്ലെന്നാണ് അറിയാൻ. ഉമ്മ.